വളരെ ബ്രില്യൻ വുമൺ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മുനവർലി തങ്ങളുടെ മോളാണ്. വളരെ സെക്യുലറായിട്ട് മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നത് കേരള പൊളിറ്റിക്സിൽ ഏറ്റവും സെക്യുലറായിട്ടുള്ള ഫാമിലിയാണ്. എനിക്ക് നേരിട്ടറിയാം. ഭാഷയോ ജാതിയോ ഒന്നുമില്ല. അവിടെ വരുന്നവരെ, ആ മുറ്റത്ത് വരുന്നവരെ എല്ലാ പ്രശ്നവും തീർത്തിട്ടേ വിട്ടിട്ടുള്ളൂ. 20 ലക്ഷം രൂപ 1 മണിക്കൂറുണ്ട്. ഒരു തമിഴ് വുമൺ അവരുടെ ആരോ വധശിക്ഷയ്ക്ക് വിധേയമായപ്പോൾ അവിടെ കോമ്പൻസേഷൻ മണി 1 മണിക്കൂർ കൊണ്ടാണ് തങ്ങൾ പിരിച്ചു കൊടുത്തത്. അവരോട് ആരോ പറഞ്ഞു പാണക്കാട് മുറ്റത്ത് നിന്ന് ആ പൈസ കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ റിയലി ആ ഫാമിലി മെമ്പറിന് ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് പറയാൻ മാഡത്തിന് ചോദിക്കുകയാണ്, മാഡത്തിന് പറഞ്ഞ കൾച്ചർ റിലീജിയൻ്റെ മേലെ വരുന്നു, ഖുർആൻ്റെ മേലെ കൾച്ചർ വരുന്നു. ഇപ്പോൾ മക്കയിൽ ആ കഴബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം, അവിടെ തൊടാം. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു, തൊടുന്നു, ആ കഴബാലയം തൊടുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത്. അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മറിയം ബീവി, ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പള്ളിയിൽ ജീവിച്ചിരുന്നു, പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു, പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു, സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ? ഈ ചോദ്യം കുറച്ച് ഇതാണ്, എനിക്കറിയാം. അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ.